ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കേട്ടോ. പ്രത്യേകിച്ചും PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. അപ്പം ഇത് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2025-26 കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 2025 ബജറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025-26 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2025-26 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും വരുമാനം കൂടുതലുള്ളത് കടമെടുക്കലും മറ്റ് ബാധ്യതകളുമാണ്. രണ്ടാമത്തെ ചോദ്യം, 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതാര്? സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. നാലാമത്തെ ചോദ്യം, നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-26 കേന്ദ്ര ബജറ്റ്? നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-26 കേന്ദ്ര ബജറ്റ്? 8ാമത്തെ ബജറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം, 2025 ബജറ്റിൻ്റെ തീം എന്താണ്? 2025 ബജറ്റിൻ്റെ തീം സബ്കാ വികാസ്. ആറാമത്തെ ചോദ്യം, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനതയാണ്. നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനതയാണ്. നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ ഈ വരികൾ കന്യാശുൽക്കം എന്ന കൃതിയിലേതാണ്. ഏഴാമത്തെ ചോദ്യം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ടിൻ്റെ ഏറ്റവും കരുതൽ വിഹിതം ലഭിച്ച സംസ്ഥാനം ഏതാണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ടിൻ്റെ ഏറ്റവും കരുതൽ വിഹിതം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി. ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി. ഒൻപതാമത്തെ ചോദ്യം, 2025-26 GDPയുടെ ധനകമ്മി എത്ര ശതമാനമായി പിടിച്ചു നിർത്താനാണ് ലക്ഷ്യമിടുന്നത്? 2025-26 GDPയുടെ ധനകമ്മി GDPയുടെ 4.4% പിടിച്ചു നിർത്താനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം, 2024-25 വർഷത്തെ റിവൈസ്ഡ് ധനകമ്മി എത്രയാണ്? 2024-25 വർഷത്തെ റിവൈസ്ഡ് ധനകമ്മി 4.8%. 11ാമത്തെ ചോദ്യം, ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിൽ വരുന്നത് എവിടെ? ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിൽ വരുന്നത് ബീഹാറിൽ. 12ാമത്തെ ചോദ്യം, ജൽജീവൻ മിഷൻ ഏത് വർഷം വരെയാണ് നീട്ടിയത്? ജൽജീവൻ മിഷൻ 2028 വരെയാണ് നീട്ടിയത്. 13ാമത്തെ ചോദ്യം, 2025-26 കേന്ദ്ര ബജറ്റിൽ സ്വകാര്യ മേഖലയിലെ ഗവേഷണം, വികസനം, ഇന്നൊവേഷൻ സംരംഭങ്ങൾക്കുള്ള വിഹിതം എത്രയാണ്? 2025-26 കേന്ദ്ര ബജറ്റിൽ സ്വകാര്യ മേഖലയിലെ ഗവേഷണം, വികസനം, ഇന്നൊവേഷൻ സംരംഭങ്ങൾക്കുള്ള വിഹിതം 2000 കോടിയാണ്. 14ാമത്തെ ചോദ്യം, ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിലെ 1.7 കോടി കർഷകരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി. ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിലെ 1.7 കോടി കർഷകരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ധൻ ധന്യ കൃഷി യോജന. പ്രധാൻ മന്ത്രി ധൻ ധന്യ കൃഷി യോജന. 15ാമത്തെ ചോദ്യം, 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം എത്ര ശതമാനമാണ്? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 22%. 16ാമത്തെ ചോദ്യം, വികസിത ഇന്ത്യക്കുള്ള 4 എഞ്ചിനുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? വികസിത ഇന്ത്യക്കുള്ള 4 എഞ്ചിനുകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഉത്തരം കൃഷി, വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. കൃഷി, വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. 17ാമത്തെ ചോദ്യം, മധുബനി ചിത്രകലാ വിരുദ് പതിഞ്ഞ കൈത്തറി സിൽക്ക് സാരി ഉടുത്താണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയത്.
മധുബനി ചിത്രകല പ്രശസ്തമായത് ഏത് സംസ്ഥാനത്താണ്? മധുബനി ചിത്രകലാവിരുത് പതിഞ്ഞ കൈത്തറി സിൽക്ക് സാരി ഉടുത്താണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയത്. മധുബനി ചിത്രകല പ്രശസ്തമായത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഉത്തരം ബീഹാർ. 18ാമത്തെ ചോദ്യം. ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യം? ഭൂട്ടാൻ. ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യം ഭൂട്ടാൻ. 19ാമത്തെ ചോദ്യം. ഭാരത് നെറ്റ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഭാരത് നെറ്റ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം ഗ്രാമീണ മേഖലയിലെ സർക്കാർ സെക്കൻഡറി സ്കൂളിലെയും PHCകളിലെയും ബോർഡ് ബാൻഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക. ഗ്രാമീണ മേഖലയിലെ സർക്കാർ സെക്കൻഡറി സ്കൂളിലെയും PHCകളിലെയും ബോർഡ് ബാൻഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക. 20ാമത്തെ ക്വസ്റ്റ്യൻ. എത്ര ജീവൻ രക്ഷാ മരുന്നുകളെയാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത്? എത്ര ജീവൻ രക്ഷാ മരുന്നുകളെയാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത്? 36 മരുന്നുകൾ. 21ാമത്തെ ചോദ്യം. വിളകളുടെ ജൈവപ്ലാസത്തിനായുള്ള രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വിളകളുടെ ജൈവപ്ലാസത്തിനായുള്ള രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിലെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ. ഭാവിയിലെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ. കേരളത്തിൻ്റെ 2024-25 വർഷത്തെ റവന്യൂ കമ്മി എത്രയാണ്? കേരളത്തിൻ്റെ 2024-25 വർഷത്തെ റവന്യൂ കമ്മി 2.29%. 23ാമത്തെ ചോദ്യം. മഖാന ബോർഡ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. മഖാന ബോർഡ് സ്ഥാപിക്കുന്നത് ബീഹാറിലാണ്. 2025 ബജറ്റ് അനുസരിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡിന് കീഴിലുള്ള വർദ്ധിപ്പിച്ച ക്രെഡിറ്റ് പരിധി എത്രയാണ്? 5 ലക്ഷം. 2025 ബജറ്റ് അനുസരിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡിന് കീഴിലുള്ള വർദ്ധിപ്പിച്ച ക്രെഡിറ്റ് പരിധി 5 ലക്ഷമാണ്. 25ാമത്തെ ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് സ്ഥാപിക്കുന്നത് ബീഹാറിലാണ്. 26ാമത്തെ ചോദ്യം. 2025-26 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള GDP വളർച്ചാ ലക്ഷ്യം എത്രയാണ്? 2025-26 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള GDPയുടെ വളർച്ചാ ലക്ഷ്യം 7%. 27ാമത്തെ ചോദ്യം. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മഖാന താമര വിത്ത്. 28ാമത്തെ ചോദ്യം. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് എന്ന്? 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 1-നാണ്. 29ാമത്തെ ചോദ്യം. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രകാരം യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം? 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രകാരം യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ആസാം. 30ാമത്തെ ചോദ്യം. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രകാരം മൂർഖനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത ജില്ല? മലപ്പുറം. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രകാരം മൂർഖനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് നമ്മൾ ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഇനി ഏകദേശം ഒരു 30ഓളം ക്വസ്റ്റ്യൻ ആൻസർ ഇനിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.